കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണ്. അപ്പോൾ കുറച്ച് കാലത്തിന് ശേഷം ഞാനും എൻ്റെ ബ്രദറും കൂടി പുറത്തോട്ട് പോവുകയാണ്. നല്ല മഴക്കാർ കണ്ടു. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, വണ്ടി എടുത്തുകൊണ്ട് നേരെ ട്രിവാൻഡ്രത്ത് പോവുകയാണ്. ഞാൻ പുതിയതായിട്ട് ഒരു റെയിൻ കോട്ട് വാങ്ങിച്ചു. അതെനിക്ക് ഉദ്ഘാടനം ചെയ്യണം ഗീഫ്. അപ്പോൾ അത് ഞാൻ മഴ വേണം, അപ്പോൾ ഞാൻ പുറത്തോട്ട് പോയി മഴയൊക്കെ ആസ്വദിച്ച് അതൊന്ന് ഉദ്ഘാടനം ചെയ്യാൻ നേരത്തെ അവിടെ പോയപ്പോഴാണെങ്കിൽ ഋതുമതി ഒരു ക്യാമ്പയിൻ നടക്കുകയാണ്. പീരിയഡ്സിനെ പറ്റി എന്തോ ആണ്, ABVP-യുടെ ആണ്. അപ്പോൾ എൻ്റെ ബ്രദറാണ് ഈ പടം വരയ്ക്കാൻ പോയി. അതിലാണെങ്കിൽ പിക്ചറൊക്കെ വരയ്ക്കുന്നുണ്ട് ആൾക്കാർ കേട്ടോ. നാപ്കിനിലാണ്. അവനെ ആര് വിളിച്ചാലും പോകും, കാരണം അവൻ ഒരു കലാകാരനാണ്. പക്ഷെ എനിക്ക് കലയില്ല. പിന്നെ ഞാനും പോയി കാണും, എൻ്റെ വീഡിയോ പിള്ളേർ കാണുന്നു. അത് കേട്ട് ഞാൻ ഹാപ്പി. പിന്നെ ഒന്നും നോക്കില്ല, എൻ്റെ കഴിവില്ലാത്ത കലകളൊക്കെ മൊത്തം ഞാൻ പുറത്തോട്ട് ഇറങ്ങി. ഇതെന്ത് പടമാണെന്ന് എനിക്ക് മനസ്സിലായി. കാണിച്ച് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ അത് ഒട്ടിച്ചു കൊടുത്ത് മഴ ആസ്വദിച്ച് നേരെ ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. കാണാൻ എനിക്ക് വിശപ്പാണ് ഗിഫ്. മഴ പെയ്താലും ഇല്ലെങ്കിലും എനിക്ക് നന്നായിട്ട് വിശക്കും. അപ്പോൾ ചിക്കൻ പക്കോട ഉണ്ട്, എനിക്ക് ചിക്കൻ പക്കോട കഴിക്കാൻ തോന്നി. ഒരു ബായിയുടെ കടയിലാണ്, പാവം ചേട്ടാ. ആ ചേട്ടനാണെങ്കിൽ തിളച്ച് എണ്ണയിട്ട് ചിക്കൻ പക്കോട ഉണ്ടായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. കുഴപ്പമില്ല, നല്ല സാധനം കിട്ടാൻ വേണ്ടി ഞാൻ വെയിറ്റ് ഒക്കെ ചെയ്യും. ഫുഡ് കണ്ടാലും ഞാൻ കമന്ന് വീഴും. അപ്പോൾ ഈ കടയുടെ പേര് ചിക്കൻ പക്കോട എന്നാണ്. ഒരു ചെറിയ ഫുഡ് സ്ട്രീറ്റ് പോലെ റോഡ് സൈഡിലാണെങ്കിൽ. ഈ സ്ഥലം വരുന്നത് നേം അൽസാജിന്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. അപ്പോൾ അടിപൊളി ചിക്കൻ പക്കോട. ഞാൻ ചുമ്മാ തള്ളുന്നില്ല, 100 രൂപയാണ് കേട്ടോ. എനിക്കും എൻ്റെ ചേട്ടനും വളരെ വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഫ്രഷ് സാധനമാണ്, നല്ല അടിപൊളി ചിക്കനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പുതിയ സംരംഭം ഇല്ലേ, നമുക്ക് എല്ലാവരും കൂടി വിജയിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ, ടാറ്റ, ലവ് യു ഓൾ, ബൈ.